ഹലോ എല്ലാവർക്കും 1 2 3 ബൂമറാങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ മിക്സി എല്ലാം ആയിട്ടെന്നല്ലേ ജ്യൂസ് അടിച്ച് കുടിക്കുക, തേങ്ങ അടിച്ച് കുടിക്കുക എന്നെല്ലാം പറയുന്ന പോലെ ഈ മിക്സി ഉപയോഗിച്ചാൽ മാത്രം പോരല്ലോ, ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഇതുവരെ വാങ്ങിയതിന് ശേഷം ഉള്ളൊന്നും കഴിച്ചിട്ട് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് വാങ്ങിയപ്പോൾ പുറം ഇങ്ങനെ തുടച്ച് വെക്കുക എന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളൊന്നും ക്ലീൻ ചെയ്യാൻ നമുക്കറിയില്ലായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ സുജാത മിക്സിൻ്റെ ഇങ്ങനെ കുറച്ച് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ തുടക്കാം എന്നുള്ളത് നമ്മളറിഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി നമ്മളെ വീട്ടിലൊരു സുജാത മിക്സി ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതല്ലേ, എപ്പോഴും ക്ലീനിങ് ഒരു ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഞാൻ എന്ത് കരുതി ഇന്ന് മിക്സി എടുത്ത് കുറേ കഴിക്കാൻ നോക്കി, പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അടപ്പ് ഫസ്റ്റ് ടൈം കഴിക്കുന്നതിനെ കൊണ്ട് ഭയങ്കര ടൈറ്റാണ്, കഴിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 ബോൾട്ട് ഉണ്ട്, അതിങ്ങനെ താഴോട്ടേക്ക് ഇതിങ്ങനെ മേലെ താഴോട്ടേക്ക് അവിടെയുണ്ട്, താഴോട്ടേക്ക് പ്രസ് ചെയ്തിട്ട് കഴിക്കണം. പക്ഷേ ഇത് നമ്മൾ എത്ര ശ്രമിച്ചിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എൻ്റെ കാർണൂറുണ്ട്. അപ്പോൾ കാർണൂർ ഞാൻ പറഞ്ഞൊന്ന് ശക്തി പിടിച്ച് കഴിച്ചോ, ഞാൻ അടിയിൽ പിടിച്ച് തരാം. അപ്പോൾ മൂപ്പർ താഴോട്ടേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, അത് ഞാൻ തിരിക്കുന്നുണ്ടോ ഇങ്ങനെയാണത്. നമ്മൾ സാധാരണ ടൈറ്റ് ചെയ്യുന്നത് പോലെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ഇത് അയക്കാനെടുക്കേണ്ടത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി മേലോട്ടേക്ക് ഒരു പ്രസ് ചെയ്ത്, അതായത് താഴെ ഒരാളെ കൊണ്ട് പിടിപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. കാരണം ആദ്യമായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ടൈറ്റായിരിക്കും ഇത് ഊരിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ സുജാത മിക്സിൻ്റെ ടോപ്പ് ഞാൻ നേരത്തെ അയച്ച് വെച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അയക്കുന്ന മൽപ്പിടുത്തം കാണിച്ചു തരണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് അയക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് വൃത്തിയാക്കി വെക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഊരാൻ പറ്റും. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാനിത് ഓൾറെഡി കാർണർ കൊണ്ട് മേലെ അയച്ച് വെപ്പിച്ചതാണ്. നമുക്കിത് ആദ്യം തുറക്കാൻ അറിയില്ലല്ലോ, ഇതിങ്ങനെ തുറക്കാമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ടപ്പോഴാണ് അത് അറിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തുറന്നിട്ടുള്ള വീഡിയോ ഉണ്ട്. ഒരുപാട് കച്ചറുണ്ട്. നമ്മൾ വാങ്ങിയേരം മുതൽ ഇത് മേലെ ഊരി അയക്കുക എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ഇപ്പോൾ അല്ലേ അറിഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞത് തന്നെ ഞാൻ വേഗം കഴുകുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഒരുപാട് കച്ചറ പൊടിയും കച്ചറിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വൃത്തിയാക്കുന്ന വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇത് വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വൃത്തിയാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. ചോദിച്ചു തരാം, പണ്ട് ഉമ്മ തേച്ച് വെച്ച ബ്രഷ് എടുത്തിട്ട് തുടങ്ങും. ഉമ്മനെ പല്ല് തുടച്ച ബ്രഷ് ഉണ്ട്, ഉമ്മ ബ്രഷ് എടുത്താണ്. നമ്മൾ ആദ്യം ഇതിനെ കൊണ്ട് ഇതിൻ്റെ എല്ലാ ഇങ്ങനെ കാണുന്ന സാധനങ്ങളെല്ലാം ഒന്ന് പോക്കാം. ഓക്കെ, നല്ല തേച്ചിട്ട് പോക്കുക. എന്നിട്ട് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ടുള്ളത് അത് തട്ടിപ്പോക്കുക. ഓക്കെ, ഞാൻ പോക്കിയിട്ട് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ പൊടികളെല്ലാം തട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പൊടികൾ. ഇനിയിപ്പോൾ ഒരു എന്ത് ചെയ്യണം, നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലോട്ടേക്ക് നല്ലോണം ഉരച്ച് കേൾക്കണം. ഇനിയിപ്പോൾ ഇത് മാക്സിമം തേച്ചാലൊന്നും പോവില്ല. അതിനിപ്പോൾ ആ പൊടികളെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. മിക്സി കഴുകാൻ വേണ്ടി എടുക്കുന്ന പാട്ട് തന്നെ കേട്ടോ. ഇതിൽ നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് മതി കേട്ടോ, ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ ലിക്വിഡ്, നമ്മൾ പാത്രം കന്ന ലിക്വിഡ് ഉണ്ട്, അതാണ് ഏറ്റവും ബെറ്റർ. നമ്മളിവിടെ സോപ്പ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് സോപ്പ്, ഓക്കെ, കുറച്ച് സോപ്പ്. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി, ഇതെല്ലാം വെച്ചാൽ ഇത് മിക്സ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഒരു പാട്ടൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഓക്കെ, സൊല്യൂഷൻ നമ്മൾ ഇതിൻ്റെ എല്ലായിടത്തോട്ട് ഇങ്ങനെ ബ്രഷിനെ കൊണ്ട് തന്നെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒഴിക്കുമ്പോൾ താഴത്തേക്ക് കുത്തി ഒലിക്കും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഒലിപ്പിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഒഴിച്ചു വെക്കുക. തേക്കുന്നില്ലപ്പോൾ ഇതിങ്ങനെ ആക്കി വെക്കണം. ഇത് കുറച്ച് സമയം എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് സമയം ഇത് ഇങ്ങനെ ഒഴിച്ച് വെക്കുക. കാരണം ഇത് നല്ലോണം ക്ലീൻ ആവണമെങ്കിൽ ഇതിങ്ങനെ ആക്കി വെക്കുക. ഓക്കെ, ഇതിങ്ങനെ കുത്തി ഒലിപ്പിക്കരുതെന്ന് പ്രത്യേകമുണ്ട്. ഞാൻ എന്നോട് ഒലിച്ചും പോയിക്ക്, ഒന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ട് നമ്മളെല്ലാ സ്ഥലവും ഇങ്ങനെ തേക്കുക. ഓക്കെ, ഞാൻ പിടിച്ചുകൊണ്ട് തേച്ചാൽ പിന്നെ ഇനിയിപ്പോൾ വൃത്തിയാവില്ല. ഒരു 10 മിനിറ്റ് വെക്കണം എന്നാൽ, പക്ഷേ 10 മിനിറ്റ് വെക്കാനുള്ള നേരമില്ല. നേരത്തിന് പ്രശ്നമില്ല, പക്ഷേങ്കിൽ ഞാൻ തേക്കാൻ തുടങ്ങും കേട്ടോ, തേച്ചിട്ട് വേണം. മറ്റേ ഇതിപ്പോൾ നല്ലോണം തേച്ചിൻ്റെ ഗ്യാപ്പിലെല്ലാം നമ്മൾ ബ്രഷ് പോകുന്നത് കൊണ്ടാണ് ബ്രഷ് തന്നെ എടുക്കുന്നത്. ഇതാക്കണ്ട, ഇതിൻ്റെ എല്ലാ ഗ്യാപ്പിലും ഇങ്ങനെ തേക്കുക. എല്ലായിടത്തും തേക്കണം കേട്ടോ. തേക്കുന്നതനുസരിച്ചിട്ട് തേക്കുക. ഞാൻ തേച്ചിട്ട് കാണാം. വെച്ചോ, കുടിക്കാം. വൃത്തിയാക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 3-4 ബട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ ഊരിയെടുക്കണം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ എടുത്തത്, എനിക്ക് ഈ വിരൽ മുറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. നമ്മൾ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട്
ഊരി എടുത്തിട്ട് ബ്രഷ് കൊണ്ട് ഇടലൊന്ന് വരച്ച് കൊടുക്കുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഇടലൊന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ മഞ്ഞളെല്ലാം കുറേ പിടിച്ചു പോയി കേട്ടോ. നമ്മൾ കുറേ കാലമായില്ല ഇത് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത് അറിയില്ലേനും. അപ്പോൾ നമ്മൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് അറിയില്ലേനും. അപ്പോൾ കുറേ കാലമായി നമ്മൾ മിക്സി ഇങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, ലാസ്റ്റ് ഫൈനൽ വീഡിയോ കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മളെല്ലാം തേച്ച് ഏകദേശം കുറച്ചൊക്കെ തേച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഒരു കോട്ടൻ്റെ തുണി വെച്ച് ഞാൻ തുടച്ചു. ഇനും നല്ലോണം തുടച്ചു കൊടുക്കുക. മാക്സിമം നമ്മൾ തുടക്കുക. നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കിയ സോപ്പുകളും അതെല്ലാം നന്നായി തുടച്ച് ഡ്രൈ ആക്കി. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് കണ്ടതാണോ ഇപ്പോൾ കണ്ടതിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം 4 ബട്ടൺസ് ഊരിയിട്ടുണ്ട്. ആ ബട്ടൺസ് ഇതേപോലെ തുടച്ച് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇട്ടാൽ മതി, അതവിടെ നിന്നോളും. ഓക്കെ, തുടച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഊരിയെടുത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ തന്നെ ഒഴിച്ച് നല്ല സോപ്പ് ഉപയോഗിച്ച് തേച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന കേട്ടോ. ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് വെള്ളത്തിലോട്ട് കേൾക്കാം. നമ്മുടെ ഫൈനൽ ലുക്ക് മിക്സിയൊക്കെ നന്നായി തേച്ചിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഉണ്ടല്ലേ. നമ്മളത് ഫിറ്റ് ചെയ്യാം. കണ്ടോ, വയറടക്കം നമ്മൾ നന്നായി തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സ്മോൾ വീഡിയോ, നമ്മൾ ഒരു ക്ലീനിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ചാറ് പോലെ ഇട്ട വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് സുജാത മിക്സി വീട്ടിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആദ്യം കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും. അടിയിൽ ഒരാൾ പിടിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ച് കഴിച്ചാൽ മതി. ഇനി ഇടുന്നതാണെങ്കിൽ നേരെ ക്ലോക്ക് വൈസിലോട്ട് ഇങ്ങനെ വെച്ച് നേരെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാനൊരു അടി പിടിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും. ഇപ്പോൾ ടൈറ്റ് ആക്കിയില്ല, കണ്ടോ. ഇതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണുന്നവരെ ബൈ ബൈ. ആയിട്ട് കാണിക്കാം. ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്തു, നല്ല വൃത്തിയായി. ഓക്കെ, ഇതാണ് നമ്മുടെ സുജാത ക്ലീനിങ്. ബൈ ബൈ.